പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 4ാം ക്ലാസ് ഫിഖ് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതു ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക, മോഡൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവൻ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിക്കാം. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കാണാം, ശരിക്ക് ശരി നൽകാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ഇനി ശരി അടയാളപ്പെടുത്താനല്ലെങ്കിൽ ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനോ മറ്റൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇതിൽ പറഞ്ഞ വിഷയങ്ങൾ കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കുക. ഒന്നാമത്തെ ചോദ്യം, തോഹിർ. ഏതാണ് തോഹിറിനോട് യോജിച്ചത്? തോഹിർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വയം ശുദ്ധി ഉണ്ടാകും, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാനുള്ള ശേഷിയും കഴിവും അതിനുണ്ടാവില്ല. അങ്ങനത്തെ ഒരു വെള്ളം ഇതിലുണ്ട്. അതേതാണ്? കഞ്ഞിവെള്ളമാണ്. രണ്ടാമത്തത് മുഅല്ലദായ നജസ്, വലിയ കടുപ്പം കൂടിയതാണ്. മുത്തവസ്സിത്തും അല്ല, പിന്നെ പറ്റ മുഖഫഫായതുമല്ല, കടുപ്പം കൂടിയതാണ് മുഅല്ലദായത്. അത് നായയാണ്. മൂന്നാമത്തത് ശൗച്യം ചെയ്യൽ ഹറാമായ വസ്തു ഏതാണ്? എല്ലാണ്. ശൗച്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇസ്തിൻജാ, മനോഹരം ചെയ്യുക എന്ന് പറഞ്ഞില്ലേ അറബിയിൽ, ആ ഇസ്തിൻജാ ചെയ്യൽ ഹറാമായ വസ്തു ഏതാണ്? എല്ലാണ്. നാലാമത്തത് കുളിയുടെ ഫർളുകൾ എത്രണ്ണമാണ്? 2 എണ്ണമാണ്. അഞ്ചാമത്തത് ഫാത്തിഹയിലെ ഷദ്ദുകൾ 14 എണ്ണമാണ്. ആറാമത്തത് ഒരു തയമ്മം കൊണ്ട് നിസ്കരിക്കാം, ഒരു ഫർളേ പറ്റൂ, സുന്നത്തുകൾ എത്രയും ആവാം. അപ്പോൾ ഇതിലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. പാഠം വായിക്കുന്നവർക്ക് ഇതൊക്കെ നല്ലോണം എളുപ്പമായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൂരിപ്പിക്കാനും ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനും ഒക്കെ നമുക്ക് വേഗം കഴിയണമെങ്കിൽ പാഠം നല്ലോണം നമ്മൾ വായിക്കണം. ഒരു പാഠം ചുരുങ്ങിയതൊരു 2 തവണയെങ്കിലും വായിക്കുക. ഇന്നല്പം വൈകി കിടന്നാലും നമുക്കതിൻ്റെ ഗുണം ഭാവിയിൽ അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സമയം വെറുതെ നഷ്ടപ്പെടുത്തരുത്. വെറും ഓൺലൈൻ ക്ലാസ് മാത്രം ചുരുങ്ങാതെ പാഠപുസ്തകവുമായി നല്ലോണം ബന്ധം സ്ഥാപിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഉത്തരം എഴുതാം എന്നുള്ളതാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. വീഡിയോയുടെ അവസാനം ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് താങ്ക്സോ അൽഹംദുലില്ലയോ എഴുതി അറിയിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഹൈള് ഉള്ള അവസരത്തിലെ നോമ്പ് ഖളാ വീട്ടുന്നതിൻ്റെ വിധി എന്താണ്? ഫർളാണ്, അത് നിർബന്ധമാണ്. ഹൈളുള്ള സമയത്ത് നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ സഹോദരിമാർ ഖളാ വീട്ടണം. രണ്ടാമത്തത്, കുളി എന്നാൽ എന്ത്? കുളി എന്ന് പറഞ്ഞാൽ നിയ്യത്തോടുകൂടി ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ് കുളി. മൂന്നാമത്തത്, ഫർള് നിസ്കാരത്തിൽ ഖിയാമ് നിർബന്ധമാണ്. ആർക്ക്? നിൽക്കാൻ കഴിവുള്ളവന് ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമാണ്. നാലാമത്തത്, സ്വലാത്തിൻ്റെ ഫർളായ വചനം ഏത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇത് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ ചോദ്യപേപ്പറിലും വന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് അതിനെ ഇമ്പോർട്ടൻ്റായി തന്നെ കാണുക. ഇനി അടുത്ത മൂന്നാമത്തിലേക്ക് വരുമ്പോൾ വ്യക്തമാക്കാം എന്നുള്ള ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചോദ്യങ്ങളാണ്. ഇപ്പോൾ തന്നെ അത് പഠിച്ചു വെക്കുക. ഒന്നാമത്തെ നിങ്ങൾ നോക്കൂ, സുജൂദ് 3 എണ്ണമുണ്ട്. റുക്കുഅ്, ഇഅ്തിദാൽ, ഇതൊക്കെ കൃത്യമായി നമ്മുടെ പാഠത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് നല്ലോണം പഠിച്ചു വെച്ചോളൂ, സാധ്യത കൂടുതലാണ്. ചുരുങ്ങിയത് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. കാരണം 3 എണ്ണവും പ്രധാനപ്പെട്ടതായിട്ട് പാഠത്തിലെ ചോദ്യത്തിൽ വരെ കൊടുത്തതാണ്. സുജൂദ് എന്ന് പറഞ്ഞാൽ 2 കാൽമുട്ടുകൾ, 2 മുൻകൈകളുടെ പള്ള, നെറ്റി, 2 കാൽവിരലുകളുടെ പള്ള എന്നിവ നിലത്തുവെക്കലാണ് സുജൂദ്. റുക്കു എന്ന് പറഞ്ഞാൽ 2 ഉള്ളംകൈകൾ 2 കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ് റുക്കു. മൂന്നാമത്തത് ഇഅ്തിദാലാണ്. റുക്കുവിൻ്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് ഇഅ്തിദാൽ. 3ഉം ഇപ്പോൾ തന്നെ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. അടുത്തത് വിധി എഴുതാം എന്നൊരു ചോദ്യമാണ്. അതിലൊന്നാമത്തത്, പുറപ്പെട്ട വസ്തു കാറ്റാണെങ്കിൽ ശൗച്യം ചെയ്യൽ കറാഹത്താണ്. 2 ബാങ്ക് വിളിക്കാൻ വുളൂ ചെയ്യൽ
സുന്നത്താണ്. 3. നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതൽ ഫർളാണ്. 4. നിഫാസ് ഉള്ളവൾ സുജൂദ് ചെയ്യൽ ഹറാമുമാണ്. ഇനി അടുത്തത് 2 വീതം എഴുതാം എന്ന ചോദ്യത്തിൽ ജുമുഅ ദിവസം പാലിക്കേണ്ട സുന്നത്തുകൾ: നഖം മുറിക്കുക, കുളിക്കുക, വെള്ളവസ്ത്രം ധരിക്കുക, നേരത്തെ പോവുക, സുഗന്ധം ഉപയോഗിക്കുക. 2 പഠിച്ചു വെക്കുക. രണ്ടാമത്തത് സുന്നത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? തറാവീഹ്, ളുഹ, തഹജ്ജുദ്, തഹിയ്യത്ത്, 2 പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം. ഇതൊക്കെ സുന്നത്തായ നിസ്കാരങ്ങളിൽ പെട്ടതാണ്. ഇതിൽ നിന്നും ഒരു 2 പഠിച്ചു വെക്കുക. ഏതെങ്കിലും ചോദിച്ചാൽ അറിയാതെയായി പോകരുത്. ഇനി മറ്റൊരു ചോദ്യം പട്ടിക പൂർത്തിയാക്കാം എന്ന ചോദ്യമാണ്. അതിലൊന്നാമത്തത് വിത്ർ ചുരുങ്ങിയത്, വിത്ർ കൂടിയത്, പൂർണ്ണതയിൽ കുറഞ്ഞത് എന്നിങ്ങനെ 3 ഉണ്ട്. അതിൽ വിത്ർ ചുരുങ്ങിയത് 1 റക്അത്താണ്. ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്തെങ്കിലും നിസ്കരിക്കണം. ഏറ്റവും കൂടിയത് 3 റക്അത്തുമാണ്. എന്നാൽ പൂർണ്ണതയിൽ കുറഞ്ഞത്, അഥവാ സാധാരണ നമ്മളൊക്കെ നിസ്കരിക്കുന്നത് 3 റക്അത്താണ്. അതാണ് പൂർണ്ണതയിൽ കുറഞ്ഞത് എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ റവാത്തിബായ നിസ്കാരങ്ങളുടെ എണ്ണങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അതും കൂടെ പഠിച്ചു വെക്കുക. ഇനി ലാസ്റ്റ് ചോദ്യം പൂരിപ്പിക്കാം എന്ന ചോദ്യമാണ്. ഫിഖിലെ അവസാന ഭാഗങ്ങളിലെ പ്രധാന ദിക്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. മുഴുവൻ മാർക്കും ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് മുഴുവനും പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ്. കാരണം 4 പാഠഭാഗത്തിൽ വന്നിട്ടുണ്ട്. അൽ കരീം അൽ കരീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വ ഖതീഅത്തിൻ വ അതൂബു ഇലൈഹി. ഇനി രണ്ടാമത്തത് അല്ലാഹുമ്മ അൻത സലാം ഡാഷ് വ മിൻക സലാം വ ഇലൈക യർജിഉ സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വ അദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം തബാറക്ത റബ്ബനാ വ തആലൈത് യാ ദൽ ജലാലി വൽ ഇക്റാം. മൂന്നാമത്തത് അല്ലാഹുമ്മ ലാ മാനിയ ഡാഷ് ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. നാലാമത്തത് അല്ലാഹുമ്മ ഐനി ഡാഷ് അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖി ത്വഅതിക വ ഈമാനിക യാ അല്ലാഹ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ ഓരോരുത്തരും ഇരുന്ന് പഠിക്കുക. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം. ലൈക്ക് ചെയ്യാൻ വിട്ടുപോയവർ ലൈക്ക് ചെയ്യുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാവർക്കും അല്ലാഹു തആല മുഴുവൻ മാർക്കും നൽകി ഉന്നതമായ വിജയം നൽകട്ടെ. നമ്മളൊക്കെ അല്ലാഹു തആല ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ.